മറ്റത്തൂർക്കുന്ന് ആറ്റപ്പിള്ളി മൂലംകുടം പരിസരത്തെ ഇരുട്ടിൽ ജോലി കഴിഞ്ഞ് വാഹനങ്ങളിലും മറ്റും സഞ്ചരിക്കുന്ന സ്ത്രീകളുടെ പിറകിലൂടെ ബൈക്കിലെത്തി സ്വകാര്യ ഭാഗങ്ങളിൽ കടന്നുപിടിച്ച് മുങ്ങുന്നയാളെ കൊടകര പോലീസ് പിടികൂടി. പാപ്പാളി പാടത്ത് താമസിക്കുന്ന മറ്റത്തൂർക്കുന്ന് പത്തമടക്കാരൻ 31 വയസ്സുകാരനായ ഷെനാസിനെയാണ് പിടികൂടിയത്. മറ്റത്തൂർക്കുന്ന് സ്വദേശിനിയുടെ പരാതിയിലാണ് അറസ്റ്റ്. ഇരുട്ട് വീണ് ആളറിയാതാവുന്ന സമയത്താണ് ഷെനാസ് ലീലാവിലാസത്തിനായി റോഡിലിറങ്ങുന്നത്. വിവിധ ആവശ്യങ്ങൾക്ക് പോയ ശേഷം വീട്ടിലേക്ക് നടന്നും ഇരുചക്ര വാഹനങ്ങളിലും മടങ്ങുന്ന സ്ത്രീകളും പെൺകുട്ടികളുമാണ് ഇയാളുടെ ഇരകൾ. ഇവരുടെ പിറകിലൂടെ എത്തി ഞൊടിയുടക്കുള്ളിൽ കടന്നു പിടിച്ച ശേഷം ഒട്ടും പേടിയില്ലാതെ വളരെ ലാഘവത്തോടെ സഞ്ചരിക്കുന്നതായിരിക്കും ഇയാളുടെ രീതി. വെളിച്ചം കുറവുള്ള സ്ഥലമാണ് ഇതിനായി തിരഞ്ഞെടുക്കുന്നത്. പെട്ടെന്നുള്ള കടന്നാക്രമണത്തിൽ സ്ത്രീകൾ ഭയപ്പെട്ട് സ്കൂട്ടറിൽ നിന്നും മറിഞ്ഞു വീഴുക പതിവായിരുന്നു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. 1.5 വർഷത്തിലേറെയായി ഇയാളുടെ ശല്യം തുടങ്ങിയിട്ട്. പുറത്തു പറയാൻ മടിയുള്ളതിനാലാണ് ആക്രമണത്തിനിരയായവർ പരാതി നൽകാത്തത്. അന്വേഷണം തുടങ്ങിയപ്പോൾ പല സ്ത്രീകളും കാര്യങ്ങൾ വെളിപ്പെടുത്തുകയും വാട്സാപ്പ് കൂട്ടായ്മയിലൂടെ വിവരങ്ങൾ പങ്കുവെക്കുകയും ചെയ്തു. മഫ്തിയിൽ പോലീസും നാട്ടുകാരും പലയിടങ്ങളിലായി ഒളിഞ്ഞിരുന്നും മറ്റും നിരീക്ഷണം നടത്തി. ഇതിനൊടുവിലാണ് പിടികൂടിയത്. ഡിവൈഎസ്പി കെ സുമേഷിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിൽ CIP കെ ദാസ്, SI VP അരിസ്റ്റോട്ടിൽ, SI EA സുരേഷ്, ASIമാരായ സജു പൗലോസ്, അശ്ലിൻ ജോണ, ലിജോണ, CPO ശ്രീജിത്ത് എന്നിവരുമുണ്ടായിരുന്നു. ഷെനാസിന് സമാന വിഷയത്തിൽ ചേർത്തല പോലീസ് സ്റ്റേഷനിൽ കേസുണ്ട്. കോടതിയിൽ ഹാജരാക്കി ഷെനാസിനെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. പണം ഞങ്ങൾ തരും. സമാനമായി ചേർത്തലയിൽ സ്കൂൾ വിദ്യാർത്ഥിനിയായ പെൺകുട്ടി വൈകിട്ട് ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ പിന്തുടർന്ന് ലൈംഗിക അതിക്രമം നടത്തിയെന്ന കേസിൽ പ്രതിക്ക് 6 വർഷ തടവും 1 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചിട്ടുണ്ട്. ചേർത്തല പാണാവള്ളി പഞ്ചായത്ത് 4-ാം വാർഡിൽ തൃച്ചാറ്റുകുളം ഇല്ലത്ത് നികർത്ത് വീട്ടിൽ സഖിനെയാണ് ചേർത്തല പ്രത്യേക അതിവേഗ കോടതി ജഡ്ജി ശിക്ഷിച്ചത്. 2018 ഫെബ്രുവരിയിലായിരുന്നു സംഭവം. ചേർത്തല പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിന്റെ അന്വേഷണം സ്റ്റേഷൻ ഓഫീസറായിരുന്ന VP മോഹൻലാലായിരുന്നു. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ബീന കാർത്തികേയനും അഡ്വക്കേറ്റ് VL ഭാഗ്യലക്ഷ്മിയും ഹാജരായിരുന്നു.